വീട്ടിൽ പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് 48-കാരി മരിച്ചു. മരിച്ചത് എരുമപ്പെട്ടി സ്വദേശി ജൂലി. ഒപ്പമുണ്ടായിരുന്ന ഭർത്താവിനും ഷോക്കേറ്റു. വാർത്തകൾ വിശദമായി നോക്കാം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. കോഴിക്കോട് പേരാമ്പ്രയിൽ 71-കാരിയുടെ മരണം കൊലപാതകമെന്ന് പോലീസ്. പേരാമ്പ്ര സ്വദേശി പത്മാവതിയെ കൊലപ്പെടുത്തിയത് മകൻ ലിനീഷ്. സ്വത്ത് തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ്. മകൻ ലിനീഷിനെ അറസ്റ്റ് ചെയ്തു. വിവരങ്ങളുമായി അഭിന പി ചിറക്കൽ ചേരുന്നുണ്ട്. അഭിന, എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? കൊലപാതകത്തിലേക്ക് നയിക്കാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജ്യേഷ്ഠനുമായുള്ള ഈ സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട കാര്യമാണ് പിന്നീട് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിനു മുൻപും സമാനമായ രീതിയിൽ കഴിഞ്ഞ തിങ്കളാഴ്ച സമാനമായ രീതിയിൽ വഴക്കുണ്ടാവുകയും അമ്മയുമായി വാക്കുതർക്കമുണ്ടാവുകയും അമ്മയുടെ കഴുത്തിലുണ്ടായിരുന്ന മാല പൊട്ടിച്ചെടുക്കുകയും പിന്നീട് ഇത്തരത്തിലുള്ള മാലകൾ ഇട്ട് നടക്കേണ്ട കാര്യമില്ല എന്ന് ആഘോഷിക്കുകയും ആ മാല ഉപയോഗിച്ചുകൊണ്ട് തന്നെ അമ്മയുടെ മുഖത്തടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കഴുത്തിന്റെ പിൻഭാഗം പിടിച്ച് കാൽമുട്ടിൽ തലയിടിക്കുകയും വാരിയലിനും കാൽമുട്ട് കൊണ്ട് ഇടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് ഈ മാതാവ് പത്മാവതിയുടെ ബോധം പൂർണ്ണമായും നഷ്ടമാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേ തുടർന്ന് പിറ്റേ ദിവസം പ്രദേശവാസികൾ പത്മാവതിയെ തിരക്കിയ സമയത്ത് മകൻ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ വിറകുപുരയിൽ നിന്നും വിറകെടുത്ത് വരുന്ന സമയത്ത് കാല് തെന്നി വീഴുകയും തുടർന്ന് ഈ വിറക് കൊണ്ട് ശരീരത്തിൽ മുറിപ്പാടുകൾ ഉണ്ടാവുകയാണ് ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളാണ് മകൻ ഈ പ്രതി അറിയിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പ്രദേശവാസികൾ ആരും തന്നെ ഇത് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. തുടർന്ന് പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനിടെ വീണ്ടും മകൻ വീട്ടിലെത്തി സഹോദരനുമായി വലിയൊരു തർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ തർക്കത്തിനിടെ അതായത് വീടും പരിസരവും തന്റെ പേരിലേക്ക് മാറ്റിത്തരണം തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം ആദ്യഘട്ടത്തിൽ തുടങ്ങുന്നത്. മകൻ ലഹരിക്ക് അടിമയാണെന്നും സ്ഥിരം മദ്യപാനിയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പ്രദേശവാസികൾ മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പേരാമ്പ്ര പോലീസ് ഇക്കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിച്ചു വരികയും അതോടൊപ്പം തന്നെ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം പ്രതിയെ പിടികൂടുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇന്നാണ് പ്രതി തന്നെ മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. താൻ മാതാവിനെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ള രീതിയിലേക്ക് പ്രതി മൊഴി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആതിര. ശരി അഭിന, കോഴിക്കോട് പേരാമ്പ്രയിൽ 71-കാരിയുടെ മരണം കൊലപാതകമെന്ന് പോലീസ്. പേരാമ്പ്ര സ്വദേശി പത്മാവതിയെ കൊലപ്പെടുത്തിയത് മകൻ ലിനീഷാണ്. സ്വത്ത് തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ്. മകൻ ലിനീഷിനെ അറസ്റ്റ് ചെയ്തു.